അതിദാരുണമാ ഈശോയുടെ മറുതലിപ്പും പ്രതികാരചിന്തയും കൂടാതെ അനുദിന ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും സങ്കടങ്ങളും ശാന്തതയോടെ അഭിമുഖീകരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിൽ നമുക്ക് ഭക്ത്യാദരങ്ങളോടെ പങ്കെടുക്കാം. സർവേശ്വര സ്തുതിഗീതം ഞങ്ങളുടെ രക്ഷകനായ മിശിഹ അനുഭവിച്ച പീഡകൾ ഭക്തിപൂർവം ഞങ്ങൾ അനുസ്മരിക്കുന്നു. പാപത്തിന്റെയും മരണത്തിന്റെയും മേൽ മിശിഹ നേടിയ വിജയത്തിൽ ഞങ്ങളെയും പങ്കാളികളാക്കണമേ. അവിടുത്തെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഫലങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ശത്രുക്കൾ ലജ്ജിച്ച് പിന്തിരിയട്ടെ. ദൈവം എന്നോട് കൂടെയാണെന്ന് അവരറിയട്ടെ. ഒന്നാം വായന. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 22-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അവിടുന്ന് വിളിച്ചു, അബ്രാഹാം, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസ്ഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹന ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. തൽക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹാം, അബ്രാഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവെക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. പഠിപ്പിക്കണമേ, നേർവഴിയിലൂടെ എന്നെ നയിക്കണമേ. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 52-ാം അധ്യായം 13 വരെയും 53-ാം അധ്യായം 9 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, എന്റെ ദാസന് ശ്രേയസ്സുണ്ടാവും. അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവേ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. കർത്താവിൻ തിരുമരണത്തിൽ നിർമ്മലമാക്കുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
സർവീശ്വരേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് മിശിഹ പാപികൾക്ക് വേണ്ടി മരിച്ചു. മിശിഹ നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. യുടെ പീഡാനുഭവ ചരിത്രം. ഇവ അരുളി ചെയ്ത ശേഷം ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഈശോ കെദ്രോൻ തോട് കടന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി ചെയ്തു. ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ, നിങ്ങളിവിടെ ഇരിക്കുകയും പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ കാസ എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അവിടുന്ന് വീണ്ടും പോയി അതേ വാക്കുകൾ തന്നെ പറഞ്ഞു പ്രാർത്ഥിച്ചു. പത്രോസിനോട് പറഞ്ഞു, തോട്ടത്തിൽ വെച്ച് അയാളോടുകൂടി തന്നെ ഞാൻ കണ്ടല്ലോ. പത്രോസ് അതും നിഷേധിച്ചു. അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കില്ല, എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയുമില്ല. ഇന്നു മുതൽ മനുഷ്യപുത്രൻ സർവശക്തനായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കും തന്നെയാണെന്നാണ്. ഈശോ ഉത്തരമരുളി, ഞാൻ രാജാവാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞു. സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ പിലാത്തോസും അന്നു മുതൽ മിത്രങ്ങളായി തീർന്നു. പിലാത്തോസ് പ്രധാനാചാര്യന്മാരെയും ജനപ്രമാണികളെയും വിളിച്ചുകൂട്ടി ഇങ്ങനെ പറഞ്ഞു, ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന കുറ്റം ആരോപിച്ചാണല്ലോ നിങ്ങൾ ഈ മനുഷ്യനെ എൻ്റെ മുമ്പിൽ ഹാജരാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഇയാളെ വിസ്തരിച്ചു. എന്നാൽ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളൊന്നും ഞാൻ ഇയാളിൽ കണ്ടില്ല. പിലാത്തോസ് അവരോട് ചോദിച്ചു, പെസഹ തിരുനാളിൽ ഒരു തടവുകാരനെ മോചിപ്പിക്കുക പതിവുണ്ടല്ലോ. ഞാൻ ആരെയാണ് മോചിപ്പിക്കേണ്ടത്? ബറാബാസിനെയോ മിശിഹ എന്ന് വിളിക്കപ്പെടുന്ന ഈശോയെയോ? അവർ ഈശോയെ പിടിച്ചേൽപ്പിച്ചത് അവരുടെ അസൂയ കൊണ്ടാണെന്ന് പിലാത്തോസിന് അറിയാമായിരുന്നു. പിലാത്തോസ് ന്യായാസനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആളയച്ച് ഇപ്രകാരം അറിയിച്ചു. ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, ഈശോയെ വധിക്കുക, ബറാബാസിനെ മോചിപ്പിക്കുക. എന്നോട് നിങ്ങൾ മറുപടി പറയുകയില്ലേ? നിങ്ങളെ കുരിശിൽ തറയ്ക്കാനും വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ അങ്ങേക്കിൻ്റെ മേൽ അധികാരമൊന്നും ഉണ്ടാക്കുമായിരുന്നില്ല. ആകയാൽ എന്നെ അങ്ങയുടെ പകൽ ഏൽപ്പിച്ചു തന്നവനാണ് അങ്ങയേക്കാൾ വലിയ കുറ്റക്കാരൻ. തന്മൂലം പോയി. അവിടുന്ന് കുരിശും ചുമന്നുകൊണ്ട് കപാലം എന്ന സ്ഥലത്തേക്ക് നടന്നു. ഹീബ്രു ഭാഷയിൽ അത് ഗാഗുൽത്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജെറൂസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ബന്ധുക്കൾക്കും ഗർഭം ധരിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത ഭയോധനങ്ങൾക്കും ഭാഗ്യം എന്ന് മനുഷ്യൻ പറയുന്ന കാലം വരുന്നു. അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുവിനെന്നും മലകളോട് ഞങ്ങളെ കൂടുവിനെന്നും പറഞ്ഞു തുടങ്ങും. തറച്ചു. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും കുരിശിൽ തറച്ചു.
ദുഷ്ടന്മാരോട് കൂടെ അവിടുന്ന് എണ്ണപ്പെട്ടു എന്ന തിരുവെഴുത്ത് അങ്ങനെ നിറവേറുകയും ചെയ്തു. എന്നെ കണ്ടവരെല്ലാം എന്നെ അനുഗ്രഹിച്ചു. ദുർഗതമായ അഗ്നികളോടെ അവർ തലയാട്ടി. കർത്താവ് രക്ഷിക്കുമെന്നവർ ജനനത്തിൽ തന്നെ ഞാൻ അങ്ങേക്ക് രക്ഷിക്കപ്പെട്ടു. അമ്മയുടെ ഉദരത്തിൽ അങ്ങ് ഉദരം മുതൽ അങ്ങന്റെ ദൈവമാകുന്നു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. എന്തുകൊണ്ടെന്നാൽ തങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഇവർ അറിയുന്നില്ല. ഈശോയുടെ പേരിലും ആ മനുഷ്യനും ഒരേ ശിക്ഷയില്ലേ ലഭിച്ചിരിക്കുന്നത്? നമ്മുടെ കാര്യം പറഞ്ഞാൽ നാം അതിനർഹരാണ്. എന്നാൽ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അനന്തരം അവൻ അവിടത്തോട് ഇങ്ങനെ അപേക്ഷിച്ചു: ഈശോയെ, അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. ഈശോ അവനോട് അരുളി ചെയ്തു: നീ ഇന്ന് എന്നോട് സമീപത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഈശോ അമ്മയോട് അരുളി ചെയ്തു: സ്ത്രീ, ഇതാ നിന്റെ മകൻ. അനന്തരം അവിടുന്ന് ആ ശിഷ്യനോട് അരുളി ചെയ്തു: ഇതാ നിന്റെ അമ്മ. ഉടൻ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു: എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങനെ ഉപേക്ഷിച്ചത്? അടുത്തു നിന്നിരുന്നവർ അത് കേട്ട് ഇങ്ങനെ പറഞ്ഞു: എനിക്ക് ദാഹിക്കുന്നു. ചുരുക്ക നിറച്ച ഒരു പാത്രം അവിടെ ഉണ്ടായിരുന്നു. ഉടനെ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞിയെടുത്ത് ചുരുക്കായിൽ മുക്കി ഒരു ഞാങ്ങണമേൽ വെച്ചു കെട്ടി അവിടുത്തെ അതരത്തോട് അടുപ്പിച്ചു. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അനന്തരം അവിടുന്ന് ചലനയച്ച് ആത്മാവിനെ സമർപ്പിക്കുകയും ചെയ്തു. ഭഗവാനിലേക്ക് അവളിപ്പോൾ ക്ഷമിച്ചുകൊണ്ടിരുന്ന വിവരണങ്ങളിലേക്ക് തിരിച്ച് ഭക്തിപൂർവ്വം ഒരു നിമിഷം നമുക്കിപ്പോൾ ചെലവഴിക്കും. ജീവനേ
സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് ശാപത്തിൽ ശവശരീരങ്ങൾ കുരിശിൽ കടക്കാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ കാലുകൾ തകർക്കാൻ നീക്കം ചെയ്യാൻ യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാകുന്നു. ഈശോയെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മേറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധതൈലവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മിശിഹാതൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും
പരിശുദ്ധാത്മാവിൻ സഹവാസവും ദർശനമതിനെ ചൊല്ലിയോടെ വേഗമെണീറ്റ കാൽവരി മലയിൽ പരിവർജിതനായി വഞ്ചനയേറും സ്വന്ത ജനത്താൽ ജനതയൊന്നായി നിന്ദിതനാക്കി ക്രൂശത്തിലേക്ക് ദുഷ്ടജനത്തെ ദൈവാത്മജനെ കൊല ചെയ്തിടും നിർമ്മലരവരൻ ആകൃതനാകും ദേശക്കേലെ മേഘത്തേരിൽ കണ്ടൊരു നാഥത്തിൽ സഖറിയായ സ്നാപകനെ എത്തുക നിങ്ങൾ പൂർവന്മാരെ ദർശിച്ചാലും കാണുക നിങ്ങൾ ദൈവാത്മജനെ തൻ
മരണത്താൽ മരിച്ചവൻ ഹൃദയാന്തതയിൽ കഴിയുന്നവരിൽ ഫലമേകില്ലേ അടയാളങ്ങൾ സ്നേഹമരണം ഭാഗ്യം പകരുന്ന നിശ മഹിമായും മഹിമേഴും നിൻ തിരുവുത്ഥാനം എത്ര വിശിഷ്ടം വരസമ്പുഷ്ടം രക്ഷകനീശു പിതാവിന്റെ തേജസ് മഹത്വത്തിന്റെ തേജസ് അനാകരിച്ച് തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചവനും അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി തന്റെ ദൈവത്വം തെളിയിച്ചവനും വിജയശ്രീലാളിതനായ ജെറൂസലേം പട്ടണത്തിൽ പ്രവേശിച്ചവനും പീഡകൾ സഹിച്ച് അനുതാപത്തോടെ തിരുമുമ്പിൽ നിലനിൽക്കുന്ന നിങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിച്ച് നല്ല കള്ളനോടൊപ്പം സ്വർഗരാജ്യത്തിന് നിങ്ങളെ വിശുകാർഗരാജ